നമസ്കാരം, ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ലോക്സഭാ തോൽവിയിൽ രാജിക്കില്ലെന്ന് മുഖ്യമന്ത്രി. സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല. കഴിയാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ CPI രംഗത്തിറങ്ങുകയാണ്. നടക്കുന്ന കാര്യമാണോ? നമുക്ക് ചിരിക്കാനല്ലാതെ എന്ത് കഴിയും? കാഞ്ഞിരത്തിൽ ഒരു 1000 വർഷം പാലിലിട്ടാലും അതിന്റെ കയ്പ് മാറുമോ സാർ? തൃശൂരിൽ BJPയെ ജയിപ്പിച്ചത് കോൺഗ്രസ് എന്ന MV ഗോവിന്ദൻ. ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഇടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല. അത് അറമ്പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ, അതായത് ഇന്ത്യ മുന്നണി അവിടെ നല്ലോണുണ്ട്, പക്ഷേ ഇടതില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. LDF പരസ്യം അറം പറ്റിയതായി PK കുഞ്ഞാലിക്കുട്ടി. ചുമതല ഏറ്റെടുത്ത കേന്ദ്രമന്ത്രിമാർ ഗൗരവമുള്ള ദൗത്യമെന്ന് സുരേഷ് ഗോപി. Inquire into my dire needs and then set the standard of my ministry to facilitating to pursue my passion. മോദി സർക്കാരിനെ അഭിനന്ദിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിൽ ഷിൻഡെ പക്ഷത്തിന് അതൃപ്തി. ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ നാളെ. BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ RSS. യഥാർത്ഥ ജനസേവകന് അഹന്ത പാടില്ലെന്ന് മോഹൻ ഭഗവത്. हमारे यहाँ तो परंपरा सहमति बनाकर चलने की है. सहमति बने इसलिए संसद बनती है, लेकिन ऐसी सहमति बनना स्पर्धा करके आए लोगों में थोड़ा कठिन भी रहता है. മണിപ്പൂർ വിഷയത്തിൽ പരിഹാരമുണ്ടാകണം. പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് NCP. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ദുരൂഹത തുടരുന്നു. മൊഴിമാറ്റത്തിന് പിന്നിൽ സമ്മർദ്ദമെന്ന് യുവതിയുടെ അച്ഛൻ. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും. ആരോപണം തള്ളി രാഹുലിന്റെ കുടുംബം. പരാതിയില്ലെന്ന് യുവതിയുടെ സത്യവാങ്മൂലം. തൃശൂർ മേയർക്കെതിരെ CPI. MK വർഗീസിനെ നീക്കണമെന്ന ആവശ്യം. CPM നേതാക്കൾക്ക് തന്നെ വിശ്വാസമുണ്ടെന്ന് MK വർഗീസ്. ഞാനിപ്പോൾ ഇടതുപക്ഷമാണ്, CPM-ന്റെ ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത്. അത് LDF-ന്റെ ഭാഗമാണ്, മുഖ്യ കക്ഷിയാണ്. അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത്. DCC അടിയിൽ K സുധാകരനുമായി ചർച്ച നടത്തി VK ശ്രീകണ്ഠൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിമർശനവുമായി സുപ്രീം കോടതി. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് കോടതി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നോട്ടീസ് അയച്ചു. മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സ്കൂളിനൊരു മാർക്കുണ്ട്, ഒരു ഗ്രേസ് മാർക്കുണ്ട്, പഞ്ചായത്തിന് ഒരു ഗ്രേസ് മാർക്കുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ A+ കാരികൾക്ക് അല്ലെങ്കിൽ ആ ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല. ഇത് പറയുമ്പോ അവിടുന്ന് ഇങ്ങനെ കുരക്കുന്നതിൽ എന്താ അർത്ഥമല്ല സർ? ഇതൊരു വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ED അന്വേഷണം. ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തു. സൗബിൻ ഷാഹിറിനെയും ED ചോദ്യം ചെയ്യും. അന്വേഷണം കള്ളപ്പണ ഇടപാട് കേസിൽ. നോക്കട്ടോ അടിമാലിയിൽ മണ്ണിടിഞ്ഞ് വീണ് 2 പേർക്ക് പരിക്ക്. രക്ഷകരായി നാട്ടുകാരും ഫയർഫോഴ്സും.
കോഴിക്കോട് കനത്ത മഴയിൽ മതിൽ തകർന്നു. വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കൊലപാതക കേസിൽ കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ അറസ്റ്റിൽ. പിടിയിലായത് രേണുകാസ്വാമി കൊലക്കേസിൽ. കൊലപാതക കാരണം സുഹൃത്തായ നടിക്ക് അശ്ലീല സന്ദേശം അയച്ചത്. മലാവി വൈസ് പ്രസിഡന്റ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. സൗലോസ് ചിലിമ സഞ്ചരിച്ച വിമാനം കാണാതായത് ഇന്നലെ. വിമാനത്തിലുണ്ടായിരുന്ന 10 പേരും മരിച്ചു. വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തി. നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജിവെക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? 2004 AK ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ കാരണമാണ്. അത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പണ്ട് AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് 2004 അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തൃശൂരിൽ ക്രൈസ്തവ സഭ സുരേഷ് ഗോപിയെ സഹായിച്ചെന്ന പരോക്ഷ പരാമർശവും മുഖ്യമന്ത്രി നടത്തി. UDF-നൊപ്പം മറ്റെല്ലാ സ്ഥലത്തു നിന്ന് ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കരുതേണ്ടെന്നും അവിടെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് ഈ വിജയം? എങ്ങനെയാണ് UDF-ന് ഈ തരത്തിൽ പുറകോട്ട് പോകാനും ആ വോട്ടുകൾ മാറിപ്പോകാനും ഇടയായത്? ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, UDF-നോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കാണണ്ട, എല്ലാ കാലത്തും അതേ അവസ്ഥയായിരിക്കുമെന്ന് കാണണ്ട. പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു. ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം തയ്യാറാകേണ്ടതുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, പ്രധാനമായിട്ടും ക്രൈസ്തവ സഭ ഒരു വിഭാഗം വോട്ട് BJP-ക്ക് നൽകി. അങ്ങനെ BJP ആദ്യമായി കേരളത്തിൽ സീറ്റ് ഉറപ്പിച്ചു. ആ ഒരു പരോക്ഷ വിമർശനം തന്നെ മുഖ്യമന്ത്രി നടത്തുക. കഴിഞ്ഞ ദിവസവും കൂർലോസിനെതിരെ നടത്തിയ വിമർശനങ്ങൾ അവിടെ നിൽക്കുകയും അതിനെതിരെയുള്ള പരാമർശങ്ങളൊക്കെ വിശദമായി ചർച്ചയാകുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതിനിടയിലും ഈ വിമർശനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു കൃത്യമായ സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിലുണ്ട്. ഒരു പക്ഷേ കേരളത്തിലെ BJP-യുടെ നേട്ടമടക്കം പ്രതിരോധിക്കാൻ രാഷ്ട്രീയമായി തന്നെ CPM ഉദ്ദേശിക്കുന്നു. അത് തന്നെയാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. അങ്ങനെ വേണമോ കരുതാൻ? 2 കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിലുള്ളത്. ഒന്ന്, കേരളത്തിൽ ക്രൈസ്തവ സഭകളുടെ വോട്ട് വ്യാപകമായി UDF ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. ക്രൈസ്തവ സഭകൾ ക്രൈസ്തവ സഭകൾ എന്ന് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും മറ്റു പലയിടത്തും നിങ്ങളെ സഹായിച്ച ശക്തികളുടെ മേധാവികൾ തൃശൂരിൽ BJP-ക്കൊപ്പമാണെന്ന്, അതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് അടിസ്ഥാനമായതെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അത് കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാതെ പോകരുത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി തള്ളി എന്നുള്ളതാണ്. രാജിവെക്കേണ്ട ആവശ്യമില്ല. മറ്റേ ഹിമാചലും കർണാടകയും തെലങ്കാനയും പോലുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് കുറഞ്ഞപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചു. 2004 AK ആന്റണി രാജിവെച്ചു.
സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, പകരം അന്ന് കോൺഗ്രസ് സംഘടനാ പ്രശ്നങ്ങളാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യം പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. വലിയ മഹാവിജയമാണ് UDF-നുണ്ടായത്. പക്ഷെ അവർ അതിന്റെ അഹങ്കാരവും ആ വിജയത്തിന്റെ മത്തിലുമാണ് UDF. ലീഗിലെ ഒരംഗം പട്ടികളെന്ന് പറയാതെ പറഞ്ഞു ഭരണപക്ഷത്തെ, പിന്നീട് പിൻവലിച്ചെങ്കിലും അത്തരം പരാമർശങ്ങൾ നടത്തിയത് ഈ അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. ഞങ്ങൾ തിരുത്തും, ജനങ്ങളോട് എല്ലാ കാര്യവും പറയുമെന്നും മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ ആ കാര്യം പറഞ്ഞുകൊണ്ട് വലിയ തിരിച്ചടി LDF-നുണ്ടായെന്ന് പറയുന്നത്. LDF തിരിച്ചടി ഉണ്ടാകുമ്പോൾ തന്നെ അതേപോലെ UDF-ന്റെയും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒപ്പം ഞങ്ങൾ ഉണ്ടാകും. ഇത് ആത്യന്തിക പരാജയമല്ല, പരാജയ കാരണം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നാണവും ഉടുപ്പവും ഉണ്ടോ എന്നാണ് VK ബഷീർ ചോദിക്കുന്നത്. അത്തരം പ്രസ്താവനകൾ ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും വലിയ തിരിച്ചടി ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും കോൺഗ്രസിന്റെ വോട്ടുകളും ചോർന്നു. കോൺഗ്രസിന്റെ വോട്ടുകളാണ് പലയിടത്തും BJP-യിലേക്ക് പോയതെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത്. അതിന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. അന്തിക്കാട് ഉൾപ്പെടെയുള്ള തൃശ്ശൂരിലെ പ്രദേശങ്ങളിൽ CPM വോട്ടാണ് വലിയ രീതിയിൽ ഒലിച്ചുപോയത്. അത് CPM പരിശോധിക്കണം. CPM തകർന്നു പോകണമെന്ന് കരുതുന്നവരല്ല തങ്ങൾ. CPM പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കും. പക്ഷേ പൂർണ്ണമായും CPM ഇടതുപക്ഷം ഇല്ലാതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കില്ല. അങ്ങനെ ഉണ്ടായാൽ അവിടെ BJP-യാണ് അധ്യക്ഷതയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഹങ്കാരം മാറ്റിവെച്ച് CPM ഇടതുമുന്നണി തെറ്റുകൾ തിരുത്തണം, ഈ ജനങ്ങളുടെ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടണമെന്നാണ് പ്രതിപക്ഷവും പറയുന്നത്. ഏതായാലും ഇന്ന് സഭയിൽ ഈ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് വിഷയം ഇത്ര വിസ്തരിച്ച് ഇത്ര വ്യക്തമായി പരാജയ കാരണങ്ങളും അതുപോലെ തെരഞ്ഞെടുപ്പ് ഒരു അവലോകനം തന്നെ സഭയിൽ നടത്തുകയും ചെയ്തു. ഏതായാലും CPM-ന് ഇടതുമുന്നണിക്ക് വോട്ട് കുറഞ്ഞു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. അതിനേക്കാൾ വോട്ട് കുറഞ്ഞത് UDF-നാണെന്നും UDF-ന്റെ വോട്ടുകളാണ് കൂടുതലേക്ക് BJP-യിലേക്ക് പോയതെന്നും മുഖ്യമന്ത്രി സഭയിൽ കണക്കുകൾ നിരത്തി സമർത്ഥിക്കുകയായിരുന്നു. മാത്രമല്ല ക്രൈസ്തവ സഭ തങ്ങളെ വലിയ രീതിയിൽ കൈവിട്ടതിലുള്ള ഒരു അമർഷവും മുഖ്യമന്ത്രി ഇന്നത്തെ തന്നെ പ്രസംഗത്തിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അകത്ത് പോകാതിരിക്കാൻ CPM BJP-യുമായി ചേർന്ന് നടത്തിയ നാടകമാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ. മോദിക്കും അമിത്ഷായ്ക്കുമെതിരായി പിണറായി വിജയൻ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. CPM-ൽ നിന്ന് വോട്ട് മറിച്ച് ദല്ലാളുമാരായ ചരിത്രം പിണറായിയെയും MV ഗോവിന്ദനെയും രേഖപ്പെടുത്തുമെന്നും VD സതീശൻ പറഞ്ഞു. നിങ്ങളും BJP-യും തമ്മിൽ ഒരു അവിശുദ്ധമായ ഒരു അൺഹോളി നെക്സസ് ഉണ്ട്, ഒരു അവിശുദ്ധമായ ബാന്ധവുമുണ്ട്. സാറെ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ തന്നെ അത് മുഴുവൻ തെളിയിക്കപ്പെട്ടു. നിങ്ങളുടെ നേതാക്കളും BJP-യുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് നടത്തിയാണ്. നിങ്ങളുടെ പാർട്ടി സമ്മതിക്കുമോ? ഒരുമിച്ച് ബിസിനസ് നടത്തിയ ആദ്യം നിഷേധിച്ചു. ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. ആ ലെവലിലേക്ക് ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന തലത്തിലേക്ക് നിങ്ങളുടെ BJP നേതാക്കളും CPM നേതാക്കളുമായി മാറി. മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി തിരുത്തണമെന്നാണ് പറയുന്നതെന്നും എന്നാൽ 1000 കൊല്ലം പാലിലിട്ടാലും കാഞ്ഞിരത്തിന്റെ കയ്പ് മാറുമോ എന്നും ചെന്നിത്തല പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് നല്ല മാറ്റമുണ്ടെന്നും നികൃഷ്ടജീവിയും പരനാറിയും വെച്ച് നോക്കുമ്പോൾ വിവരദോഷി നല്ല പദമാണെന്നും ചെന്നിത്തല പറഞ്ഞു. CPM-ന് കഴിയാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ CPI രംഗത്തിറങ്ങുകയാണ്. നടക്കുന്ന കാര്യമാണോ? നമുക്ക് ചിരിക്കാനല്ലാതെ എന്ത് കഴിയും? കാഞ്ഞിരത്തിൽ ഒരു 1000 വർഷം പാലിലിട്ടാലും അതിന്റെ കയ്പ് മാറുമോ സാർ? മുഖ്യമന്ത്രി തിരുത്തൽ വരുത്തുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. നികൃഷ്ടജീവി എന്നാണ് ഒരു ക്രിസ്തീയ ബിഷപ്പിനെ വിളിച്ചത്. പരനാറി എന്നാണ് ഒരു ജനപ്രിയ നേതാവിനെ വിളിച്ചത്. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിവരദോഷി അല്പം മയപ്പെട്ട പദമാണ് സാർ. നല്ല പുരോഗമനമുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് കേസിൽ അകത്തു പോകാതിരിക്കാൻ BJP-യുമായി CPM ഉണ്ടാക്കിയ ഒത്തുതീർപ്പാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബംഗാളിലെ സ്ഥിതിയിലേക്ക് കേരളത്തിലും CPM മാറുകയാണ്. കോൺഗ്രസിനെ തകർക്കാൻ CPM BJP-യെ സഹായിക്കുന്നതായും ചെന്നിത്തല ആരോപിച്ചു. കരുവന്നൂർ ബാങ്കിൽ അകത്തു പോകാതിരിക്കാൻ വേണ്ടി BJP-യും CPM-ഉം നടത്തിയ നാടകമാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സാർ. നിങ്ങൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ജയിലുകളിൽ പോകാതിരിക്കാൻ, മാസപ്പടി വിവാദത്തിൽ നിങ്ങളെ അന്വേഷിക്കാതിരിക്കാൻ കേരളത്തിലെ BJP നേതൃത്വവുമായി നിങ്ങൾ ഉണ്ടാക്കിയ കൂട്ടുകെട്ടും അന്തർധാരയുമാണ് കേരളത്തിൽ BJP-ക്ക് ഇത്രയും വലിയ വോട്ട് കൂടിയിട്ടുള്ളത്. തൃശൂരിൽ BJP-യെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് MV ഗോവിന്ദൻ. 2016-ൽ നേമത്ത് സംഭവിച്ചത് എന്താണോ അത് തന്നെ തൃശൂരിലും സംഭവിച്ചു. LDF-ന് 16,000 വോട്ട് കൂടിയപ്പോൾ UDF-ന് കുറഞ്ഞത് 86,000 വോട്ടുകളാണ്.
സംസ്ഥാനത്ത് LDF തോൽവി അപ്രതീക്ഷിതമെന്നും വിശദമായി പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഞങ്ങളുടെ പരാജയം സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാത്ത പരാജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പരിശോധന നടത്തും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അത് ഗവൺമെന്റ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം പോലുള്ള നിലപാട് വന്നപ്പോൾ കൈകാര്യം ചെയ്ത സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കും. എല്ലാം പരിശോധിച്ചുകൊണ്ട് ശക്തിയായ ഒരു തിരിച്ചുവരവിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന LDF പരസ്യം അറം പറ്റിയതായി PK കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുണ്ട് പക്ഷേ ഇടതില്ല എന്ന അവസ്ഥയാണ്. ഇന്ത്യ മുന്നണിയുടെ ജയം ഇന്ത്യയെ രക്ഷിച്ചതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഇടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല. അത് അറമ്പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ, അതായത് ഇന്ത്യ മുന്നണി അവിടെ നല്ലോണുണ്ട്, പക്ഷേ ഇടതില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സർ, ഇന്ത്യ മുന്നണി അവിടെ ഉണ്ട് എന്നല്ല, കോൺഗ്രസ് വന്നു. പരസ്യത്തിലെ അടുത്ത വാചകം അത് പൊന്നാനിക്കൊക്കെ ഉദ്ദേശിച്ച് അഡ്വർടൈസ് ചെയ്തതാണ്. അതിലുണ്ടായിരുന്നത് ഇടതില്ല എങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരായി മാറുന്നതാണ്. ഇടതില്ല, പക്ഷേ കോൺഗ്രസ് 100 തേച്ചപ്പോൾ ആർക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയോ പിന്നോക്കക്കാരെ ആരും ഇനി 2ാം ക്ലാസ് ആക്കാൻ പറ്റൂല എന്ന് ഉറപ്പുവരുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 3ാം മോദി സർക്കാരിൽ ചുമതലയേറ്റ് മന്ത്രിമാർ. അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ഓഫീസിലെത്തി ചുമതലയേറ്റു. I'm sure, sir. So much to do. Manisha, you want to go? Sir, introduce yourself. I'm Manisha. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിമാരായി ചുമതലയേറ്റെടുത്തു. സുരേഷ് ഗോപി പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെയും ജോർജ് കുര്യൻ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെയും ചുമതലയാണ് ഏറ്റെടുത്തത്. ഗൌരവമുള്ള ദൌത്യമാണെന്നും ഒരിടത്തും നിരാശനാകില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. Have to learn the ministry, the ministry's dispersal, responsibility and capacity, and how I can be particle or a participant in enhancing the dispersal capacity of the ministry. I am worried about my films, my Prime Minister, my Home Minister. They are my 2 solid leaders. Naddaji, the 3 of them will call me for a meeting. They will inquire into my dire needs and then set the standard of my ministry to facilitating to pursue my passion. NCP അജിത് പവാർ പക്ഷത്തിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി ശിവസേന ഷിൻഡെ പക്ഷം. ക്യാബിനറ്റ് പദവി നൽകാത്തത് അനീതിയാണെന്ന് പാർട്ടി നേതാവും MPയുമായ ശ്രീരംഗ് ബർനെ തുറന്നടിച്ചു. ഇതോടെ മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. NCP അജിത് പവാർ വിഭാഗം ക്യാബിനറ്റ് പദവി കിട്ടാത്തതിനാൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചിരുന്നു. ഷിൻഡെ പക്ഷവും അതൃപ്തിയിലാണ്. തുടക്കത്തിലെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാണ് സാധ്യത എന്നതാണ് ഉയരുന്ന ചോദ്യം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. NDA യോഗം ചന്ദ്രബാബു നായിഡുവിനെ നേതാവായി തെരഞ്ഞെടുത്തു. ജനസേന നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകും. മന്ത്രിസഭയിൽ BJPക്ക് 2 അംഗങ്ങൾ ഉണ്ടാകും. അമരാവതി തന്നെ ആന്ധ്രയുടെ തലസ്ഥാനമാകുമെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. നാളെ രാവിലെ 9:30 ഗന്നവാരത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്.
ബിജെപിക്കും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി RSS യഥാർത്ഥ ജനസേവകന് അഹന്ത പാടില്ലെന്നാണ് മോദിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് RSS സർവ്വസംഘചാലക് മോഹൻ ഭഗവതിന്റെ പരാമർശം. തെരഞ്ഞെടുപ്പിൽ മാന്യത പാലിക്കപ്പെട്ടില്ല. മണിപ്പൂർ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. चुने क्यों जा रहे लोग संसद में जाएंगे, बैठकर अपने देश को चलाएंगे, सहमति बनाकर चलाएंगे. हमारे यहां तो परंपरा सहमति बनाकर चलने की है. सहमति बने इसलिए संसद बनती है, लेकिन ऐसी सहमति बनना स्पर्धा करके आए लोगों में थोड़ा कठिन भी रहता है. टेक्नोलॉजी का सहारा करके असत्य बातें परोसी गई, नितांत असत्य. दो पक्ष है, विरोधी पक्ष कहते हैं, मैं प्रतिपक्ष कहता हूं. वो विरोधी नहीं है, उसको विरोधी मानना भी नहीं चाहिए. वो प्रतिपक्ष है, वो एक पहलू उजागर कर रहा है, उसका भी विचार होना चाहिए. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. മണിപ്പൂരിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഇത് തന്നെയാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നതെന്ന് NCP MP സുപ്രിയ സുലെ പ്രതികരിച്ചു. Well, I welcome his statement from the bottom of my heart because Manipur is a part of India. It's an integral part of India, and when we see our people suffering so much, it is extraordinarily disturbing for all of us, and this is something we have been asking. The India Alliance has been asking for the longest time that let's have a discussion, let's form a good committee with all party, let's visit, let's give Manipur the confidence. Everything doesn't get solved with a gun. You need love also with it, and compassion and empathy. It's a duty to prioritize the issue. He also added. Absolutely. I thank Mr. Bhagwat because he has been so gracious. This is something the India Alliance has been asking for last over 18 months. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി ഇന്ന് രാത്രി കോഴിക്കോടെത്തും. നാളെ രാവിലെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്തും. കണ്ണൂർ പയ്യാമ്പലത്ത് മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സുരേഷ് ഗോപി തുടർന്ന് EK നായരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണും. വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം മറ്റന്നാൾ തൃശൂരിലെത്തും. മൂന്നാം വട്ടവും അധികാരത്തിലേറിയ BJP സർക്കാരിനെ അഭിനന്ദിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. മണിപ്പൂരിൽ നടന്നതുപോലെയുള്ളവ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും മന്ത്രിസഭയിലെടുത്തത് നരേന്ദ്രമോദി സർക്കാരിന് കേരളത്തോടുള്ള കരുതലായി കാണുന്നുവെന്നും സഭ വാർത്താക്കുറിപ്പ് ഇറക്കി. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. സർക്കാരിന്റെ കാലത്തും നിതിൻ ഗഡ്കരി റോഡ് ഗതാഗത മന്ത്രി തന്നെയായിരുന്നു. നിതിൻ ഗഡ്കരിയുടെ വകുപ്പിലും ഏതായാലും മാറ്റമില്ല. പക്ഷേ JP നഡ്ഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം നിലവിൽ BJP ദേശീയ അധ്യക്ഷനാണ്. ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. മൂന്നാം മോദി സർക്കാരിൽ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ ആ വകുപ്പിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം. പക്ഷേ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് JP നഡ്ഡയ്ക്ക് നൽകിയിട്ടുള്ളത്. മറ്റ് പ്രധാനമായി ഉള്ളത് ഒന്ന്, ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭയുടെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് വന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ശിവരാജ് സിംഗ് ചൗഹാനെ കൃഷി വകുപ്പും ഒപ്പം തന്നെ ഗ്രാമവികസന മന്ത്രാലയം കൂടി നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, റെയിൽവേ മന്ത്രാലയത്തിൽ അത് അശ്വിനി വൈഷ്ണവ് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകളൊക്കെ കൊണ്ടുവന്നത്. ഒപ്പം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പായ IB മിനിസ്ട്രി കൂടി നൽകിയിരിക്കുന്നു. അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്തു പോകുന്ന വകുപ്പാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. അതിൻ്റെ ചുമതല കൂടി അശ്വിനി വൈഷ്ണവിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മനോഹർലാൽ ഖട്ടറിനാണ് നഗരവികസനം ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് എൻ്റെയും ചുമതല നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ പീയൂഷ് ഗോയൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയായിരുന്നു. ഇത്തവണയും അത് ആവർത്തിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനത്തെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് മന്ത്രി. അങ്ങനെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ തന്നെ BJP തന്നെ നിലനിർത്തുന്നു. മാത്രവുമല്ല 10-ലധികം മന്ത്രിമാരുടെയെങ്കിലും വകുപ്പുകളിൽ മാറ്റമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, ഈ നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ അല്പമൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ. കാരണം നമുക്കറിയാം സഖ്യകക്ഷി സർക്കാരാണ്, BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു മന്ത്രിസഭയാണ്. ആ സ്ഥിതി
പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ യുവതി മൊഴി മാറ്റിയത് സമ്മർദ്ദം കാരണമെന്ന് അച്ഛൻ. പെൺകുട്ടി പ്രതി രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നും ഇന്നലെയാണ് മകളെ കാണാനില്ലെന്ന് അറിഞ്ഞതെന്നും യുവതിയുടെ അച്ഛൻ പ്രതികരിച്ചു. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവൾ പറയില്ല. ഭീഷണിയും ഒരുപക്ഷെ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. ഞങ്ങൾ 12-ാം തീയതി അടുക്കള കാണൽ ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അതിൽ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിൻ്റെ അടയാളങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കണ്ട് വാവിട്ട് കരഞ്ഞു, സ്ത്രീകൾ ഉൾപ്പെടെ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ഈ സംഭവങ്ങൾ മുഴുവനും പറയുന്നത്. അവൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഇത് ഡോക്ടർക്കും അറിയാം. ഡോക്ടർ മൊഴിയെടുത്തിട്ടുള്ളതല്ലേ, 3 ഡോക്ടർമാരുടെ, ഫറൂഖ് താലൂക്ക് ആശുപത്രി, പിന്നെ അവിടെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ, പിന്നെ ഇവിടെ വടക്കൻ പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി, ഇതെല്ലാം പോലീസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സിന്റെ ആ റിപ്പോർട്ടിൽ അതുണ്ട്. അതാണ്. അപ്പോൾ പിന്നെ ഇത്തരം സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് സമ്മർദ്ദത്തിന് വഴങ്ങി, അവൻ രക്ഷപ്പെടാൻ വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതായത് അവൾ പറഞ്ഞതിന്റെ, ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത്. അവൾ പോലീസ് സ്റ്റേഷനിൽ അവളും പറഞ്ഞിട്ടുള്ള പരാതി. അപ്പൊ ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷമാണല്ലോ അവൾ ഇപ്പോൾ ഇങ്ങനെ മറിച്ചു വരികണത്. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവര് ശരിക്കും ഇവിടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. എന്നാൽ യുവതിയുടെ അച്ഛന്റെ ആരോപണം രാഹുലിന്റെ കുടുംബം തള്ളി. യുവതിയെ തടവിൽ വെച്ചിട്ടില്ലെന്നും എവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു രാഹുലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. അതിനിടെ പരാതിയില്ലെന്ന് യുവതി സത്യവാങ്മൂലം നൽകി. എന്നാൽ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. തന്നെ തൃശൂർ മേയറാക്കിയത് CPM എന്ന MK വർഗീസിന്റെ പരാമർശത്തിനെതിരെ CPI. LDF മുന്നണി തീരുമാനത്തിന്റെ പുറത്താണ് MK വർഗീസ് മേയറായതെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. സുരേഷ് ഗോപി പിന്തുണച്ചുള്ള MK വർഗീസിന്റെ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും KK വത്സരാജ് പ്രതികരിച്ചു. ഇലക്ഷന്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ പോകുന്നേ ഉള്ളൂ. പരിശോധിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും. അദ്ദേഹം അത്തരം ഒരു മുഹൂർത്തങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനെ LDF പിന്തുണയ്ക്കുന്ന ഒരു മേയർ അങ്ങനെ ഒരു പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എന്റെയും അഭിപ്രായം. സുരേഷ് ഗോപിയുടെ പ്രത്യേക ആഭിമുഖ്യം ഇല്ലെന്ന് തൃശൂർ മേയർ. മറിച്ചുള്ള പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണ്. തൃശൂരിൽ വികസനം കൊണ്ടുവരാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ വലിയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും. അതിന്റെ ഭാഗമായി എവിടെയെങ്കിലും വെച്ച് സംസാരിച്ചാൽ അതിൽ രാഷ്ട്രീയമില്ല. സുരേഷ് ഗോപി MP ആയതിനും കേന്ദ്രമന്ത്രിയായതിനും തന്നെ പഴിച്ചിട്ട് എന്ത് കാര്യം? CPMന്റെ നയം ഉൾക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. ജില്ലാ സെക്രട്ടറി തന്നെ വിളിച്ചു വരുത്തിയതല്ല, മറ്റൊരു കാര്യത്തിന് പോയതാണെന്നും തൃശൂർ മേയർ MK വർഗീസ് പ്രതികരിച്ചു. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറിയിൽ KPCC പ്രസിഡന്റ് K സുധാകരനുമായി ചർച്ച നടത്തി DCCയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന VK ശ്രീകണ്ഠൻ. K മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. തൃശൂരിലെ പ്രധാന നേതാക്കളുമായും ശ്രീകണ്ഠൻ കൂടിക്കാഴ്ച നടത്തി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയമസഭാ സെക്രട്ടറിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. മുന്നണിയുടെ ഭാവി കൂടി മുന്നിൽ കണ്ടാണ് രാജ്യസഭാ സീറ്റ് 2 ഘടകകക്ഷികൾക്ക് നൽകി വിട്ടുവീഴ്ച ചെയ്തുള്ള CPM തീരുമാനം. കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇതിന് കാരണം. കേരള കോൺഗ്രസ് എം മുന്നണിയിൽ തുടരേണ്ടത് മധ്യകേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ അനിവാര്യമാണെന്നും CPM നേതൃത്വം വിലയിരുത്തുന്നു. CPMന് രാജ്യസഭയിൽ വളരെ ചുരുങ്ങിയ അംഗബലം മാത്രമാണുള്ളത്. ജൂലൈ 1 4 ചുരുങ്ങും. ഒരു ബ്ലോക്കായിരിക്കാനുള്ള അവസരം കൂടി അവർക്ക് നഷ്ടമാകും. ലോക്സഭയിലും 4 അംഗങ്ങൾ മാത്രമാണുള്ളത്. അപ്പോഴും ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് മുന്നണി മര്യാദയുടെ പേര് പറഞ്ഞ്, മുന്നണിയുടെ കെട്ടുറപ്പിന്റെ പേര് പറഞ്ഞ് CPM തയ്യാറായത്
ചെറിയ ലക്ഷ്യങ്ങളോടെ അല്ല. കാരണം ഇപ്പോഴത്തെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടാലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം വലിയ നേട്ടമാണ് മധ്യ തിരുവിതാംകൂറിൽ ആ മേഖലയിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിക്കൊടുത്തത്. അതേ ഒരു പ്രകടനം ഇത്തവണയും CPM ആഗ്രഹിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. നിയമസഭയിലും തിരിച്ചു വരാനാണ് CPMന്റെ ശ്രമം. ഭരണത്തിൽ തുടരാനാണ് CPMന്റെ ശ്രമം. ഭരണ തുടർച്ചയാണ് CPM ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചില നഷ്ടങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി മേഖലകളിലൊക്കെ ശാക്തിക മേഖലകളിലൊക്കെ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടായെങ്കിലും അത് തിരിച്ചു വരാൻ കേരള കോൺഗ്രസ് ഒപ്പമുണ്ടെങ്കിൽ കഴിയുമെന്ന പ്രതീക്ഷ CPMനുണ്ട്. ആ മുൻകൂട്ടിയുള്ള ലക്ഷ്യമാണ്. അതായത് ഇപ്പോഴത്തെ നഷ്ടം ഭാവിയിലെ നിക്ഷേപമാക്കി മാറ്റുകയാണ് CPM. അതുകൊണ്ടാണ് ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത്. CPIയുമായും ഈ ഘട്ടത്തിൽ ഒരു പിണക്കത്തിന് CPM തയ്യാറല്ല. കാരണം തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചു നേരിടുമ്പോൾ മുന്നണിക്കുള്ളിൽ ഒരു അസ്വാരസ്യം കൂടി ഉണ്ടാകുന്നത് CPM ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസിനെ വിട്ടുകളയാതെ, പ്രത്യേകിച്ചും കേരള കോൺഗ്രസിനെ സ്വീകരിക്കാൻ UDFും അതുപോലെ BJPയും ഒക്കെ തയ്യാറ് നിൽക്കുമ്പോൾ അവരെ വിട്ടുകൊടുക്കുന്നത് രാഷ്ട്രീയ ബുദ്ധിയല്ല, രാഷ്ട്രീയമായ വലിയ അബദ്ധമാകുമെന്ന തിരിച്ചറിവിൽ കൂടിയാണ് CPM ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. അതിന്റെ ഗുണം ഭാവിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് CPM നേതൃത്വത്തിന് ഉള്ളത്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നു. ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് ആലോചന. പുതുമുഖങ്ങളെയും പരിഗണിക്കുന്നുണ്ട്. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് UDFിൽ പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ തന്നെ VT ബൽറാമിനെയും ചുറ്റിപ്പറ്റി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. അതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെ നൽകണം എന്ന് തന്നെയാണ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയാണ് ആവശ്യപ്പെടുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ VT മികച്ച സ്ഥാനാർത്ഥിയാണ്, VTക്കും അവസരം കൊടുക്കണം എന്നൊരു വിഭാഗം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം തൃത്താലയിൽ തോറ്റ VTക്ക് പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ VTയെ പോലെ ഒരാളെ ഇറക്കിക്കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത കൂടി എന്തായാലും പാലക്കാട് പറയുന്നുണ്ട്. എന്തായാലും UDFിന്റെ അകത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞിരിക്കും. വരുന്ന 6 മാസത്തിനകം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ 2 തവണയും UDFിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത്. കാരണം UDFിന്റെ ഇവിടെ നിലവിൽ 3 പഞ്ചായത്തുകളും ഒപ്പം തന്നെ ഒരു മുനിസിപ്പാലിറ്റിയുമാണുള്ളത്. ഈ 3 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്, മുനിസിപ്പാലിറ്റിയാണ് BJP. പ്രധാനമായും BJPക്ക് നഗരം കേന്ദ്രീകരിച്ച് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയിൽ നിന്ന് ആര് സ്ഥാനാർത്ഥിയാവും എന്നുള്ള കാര്യത്തിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലൊന്ന് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഒരു പുതുമുഖത്തെ എന്തായാലും ഇറക്കണം എന്നുള്ളൊരു നിലപാടാണ് BJPയുടെ ജില്ലാ കമ്മിറ്റിക്കുള്ളത്. അതേസമയം C കൃഷ്ണകുമാറിന് വീണ്ടും മത്സരിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു താല്പര്യമുണ്ട്. പക്ഷേ C കൃഷ്ണകുമാറിന് നൽകുന്നതിനേക്കാൾ നല്ലതൊരു പുതുമുഖമായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയെ പരീക്ഷിച്ച പോലെ ഒരു സെലിബ്രിറ്റിയോ മറ്റോ പരീക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം. കഴിഞ്ഞ തവണ നമുക്കറിയാം മെട്രോമൻ ഈ ശ്രീധരനെയായിരുന്നു പരീക്ഷിച്ചത്. അത് ഏറെക്കുറെ ഗുണം ചെയ്തു എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് BJPക്ക് അകത്തുള്ളത്. അത്തരത്തിൽ ജനസമ്മതനായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയെ പോലുള്ള അത്തരത്തിലുള്ള ഒരാളെ തന്നെ മത്സരരംഗത്ത് ഇറക്കാനാണ് BJP ആലോചിക്കുന്നത്. LDFിന്റെ കാര്യത്തിൽ LDFിന് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാലക്കാടിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ AV ഗോപിനാഥിന്റെ ഉൾപ്പെടെ നമുക്കറിയാം AV ഗോപിനാഥ് മുൻ DCC പ്രസിഡന്റ് ആണ്. ഇപ്പോൾ LDFുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം LDFിന് പിന്തുണ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് നിർണായകമാണ്, തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരുന്നു. ആലത്തൂർ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം ഉള്ളത്. എന്തായാലും അദ്ദേഹത്തെ വീണ്ടും അയാൾ ജനസമ്മതനായ ആളാണ്. അതുപോലെ തന്നെ ഈ പാലക്കാടിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളാണ്. ഇപ്പോൾ LDFുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയൊരു ടീം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് അദ്ദേഹത്തെ LDF സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട്. എന്തായാലും അതേക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ വരും ദിവസങ്ങളിലുണ്ടാകും. മറ്റൊന്ന് ചേലക്കരയാണ്. ചേലക്കരയിൽ രാധാകൃഷ്ണന് പകരം LDFിൽ നിന്ന് UR പ്രദീപിന്റെ പേരാണ് കേൾക്കുന്നത്. നമുക്കറിയാം പ്രദീപ് കഴിഞ്ഞ ടൈമിൽ MLA ആയിരുന്നു. ഒറ്റ തവണ മാത്രമാണ് MLA ആയിട്ടുള്ളത്. അതിനുശേഷം K രാധാകൃഷ്ണന് വഴിമാറി കൊടുക്കുകയായിരുന്നു. രാധാകൃഷ്ണന് മത്സരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ശക്തമായിട്ടുണ്ട്. രമ്യയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും പാർട്ടി ഉടനെയൊന്നും എത്തില്ല. കാരണം രമ്യയ്ക്ക് വലിയൊരു എതിർപ്പ് അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതായത് രമ്യ ഹരിദാസ് അല്ല ഇവിടെ മത്സരിക്കേണ്ടത്, ഇവിടെ ഈ മണ്ഡലത്തെ അറിയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തയ്യാറാവണം, അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നുള്ള രീതിയിൽ ചില പോസ്റ്ററുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ ചേലക്കര ഭാഗത്ത്. അതുകൊണ്ട് തന്നെ രമ്യയെ മത്സരിപ്പിക്കരുത് എന്നുള്ളൊരു ആവശ്യം കൂടിയുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തവണത്തെയും രമ്യയുടെ പെർഫോമൻസ്,
അതായത് ആലത്തൂർ മണ്ഡലത്തിലെ പെർഫോമൻസ് കണക്കിലെടുക്കുമ്പോൾ രമ്യയ്ക്ക് ഒരു അവസരം കൊടുക്കാം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. നമുക്കറിയാം ഇത്തവണ ആലത്തൂരിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം BJPയിലേക്ക് വോട്ട് ചോർന്നത് കൊണ്ട് തന്നെയാണ്. 98,000-ഓളം വോട്ടുകൾ പോകുന്നു. രാധാകൃഷ്ണന് 30,000 വോട്ടുകൾ മാത്രമാണ് കൂടുതൽ രമ്യ ഹരിദാസിന്റെ വോട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രമ്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളൊരു കണക്കുകൂട്ടൽ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ രമ്യയ്ക്ക് ഒരു അവസരം കൊടുക്കണം ചേലക്കരയിൽ എന്നുള്ളൊരു നിലപാടുകൂടി അതും വരും. ഒപ്പം തന്നെ BJPയിലേക്ക് എത്തുമ്പോൾ സരസു മികച്ച പ്രകടനം ആലത്തൂരിൽ കാഴ്ചവെച്ചതുകൊണ്ട് ചേലക്കരയിൽ സരസുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും എന്തായാലും സജീവമാകുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകും, കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ കേൾക്കും. അതിൽ എന്ത് തീരുമാനത്തിലെത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണേണ്ടി വരും. ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. വെള്ളിയാഴ്ച ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അർജുൻ രാധാകൃഷ്ണനായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമല്ലെന്ന് അർജുൻ രാധാകൃഷ്ണൻ ന്യൂസ് 8നോട് പ്രതികരിച്ചു. രണ്ടാം ബാർക്കോഴ വിവാദം കത്തി നിൽക്കുമ്പോൾ അതിലേക്കും ഒരു കോൺഗ്രസ് ബന്ധം വരികയാണ്. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ ഉപയോഗിച്ച നമ്പറായിരുന്നു ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്ഥാനത്ത്. ശബ്ദ സന്ദേശം വന്നപ്പോൾ ഈ അഡ്മിൻ സ്ഥാനത്ത് അർജുൻ ആയിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അർജുന്റെ ഭാര്യയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ബാർ എന്ന വിവരം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അർജുൻ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സജീവമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ ശബ്ദ സന്ദേശം അർജുനും കേൾക്കാനിടയുണ്ട്. ഇപ്പോൾ അഡ്മിൻ സ്ഥാനത്ത് ആ നമ്പരല്ല ഉള്ളത്. എന്നാൽ അർജുൻ പൂർണ്ണമായും ഈ കണ്ടെത്തൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം നിഷേധിക്കുകയാണ്. തനിക്ക് ഈ ബാറുമായി നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഇതിന്റെ നടത്തിപ്പുമായി ബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് അർജുനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ നോട്ടീസ് അയച്ചെങ്കിലും അർജുൻ കൈപ്പറ്റിയിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇമെയിലായി നോട്ടീസ് അയച്ചു. വെള്ളിയാഴ്ച ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വലിയ പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിലും പുറത്തുമായി UDF ബാർക്കോഴ വിവാദത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് തിരുവഞ്ചൂരിന്റെ മകനെ തന്നെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്ന നിലയിലേക്ക് അന്വേഷണം പുരോഗമിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനില്ല. എനിക്ക് ഈ ലോകത്ത് എല്ലാവർക്കും അറിയുന്ന അർജുന്റെ നമ്പറില്ല. അർജുൻ ഉപയോഗിക്കുന്ന വാട്സാപ്പ് അതിലില്ല. ഇല്ല. അതുകൊണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് നടത്തുന്ന 50 കൊല്ലത്തിന് മേളിൽ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം, അത് നടന്നു പോകുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് എന്ത് ഇൻവോൾവ്മെന്റ് ആവുള്ളത്? എൻ്റെ ഫോൺ എവിടെ, ബാക്കി യൂസ് ചെയ്യുന്ന ഫോൺ എവിടെയാണെന്നുള്ളത് നോക്കിയാൽ തന്നെ അത് അറിയാമല്ലോ. വ്യക്തമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അത്രയും ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വിഷയമുണ്ടായിട്ടും എന്തുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിയിക്കുന്നതിന് പകരം ഇത് വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണല്ലോ. നേരിട്ട് ഹാജരാകേണ്ടതില്ല. ക്രൈംബ്രാഞ്ച് ആവശ്യമെങ്കിൽ തന്റെ മൊഴി വീട്ടിലെത്തി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന നിലപാടിലാണ് അർജുനുള്ളതും. ഏതായിരുന്നാലും ഇത് വഴിതിരിച്ചുവിടാനുള്ള ഇപ്പോൾ നടക്കുന്ന വിവാദം, അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CPM മന്ത്രിമാർ ആരോപണ വിധേയരായി നിൽക്കുന്നു. ആ ഒരു സമയത്ത് അന്വേഷണം വഴിതിരിക്കാനുള്ള തന്ത്രപൂർവമായ നീക്കമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന ആരോപണമാണ് അർജുൻ ഉന്നയിക്കുന്നത്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. നിർമ്മാതാവ് ഷോൺ ആന്റണിയെ ED ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്യും. കള്ളപ്പണ ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസ് നിലവിലുണ്ട്. സിനിമയ്ക്ക് 7 കോടി രൂപ മുടക്കിയ ആൾക്ക് 250 കോടി ലാഭമുണ്ടാക്കിയിട്ട് മുതൽ പോലും നൽകിയില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ആഴ്ച ECIR രജിസ്റ്റർ ചെയ്ത ED പറവ ഫിലിംസിന്റെ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ജോൺ ആന്റണി എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ഇവർ ഹാജരായില്ല എന്നാണ് സൂചന. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകും. പറവ ഫിലിംസ് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ED അന്വേഷിക്കുക. ചിത്രത്തിന്റെ നിർമ്മാണത്തിന് 7 കോടി രൂപ മുതൽ മുടക്കിയ അരൂർ സ്വദേശി സിറാജിന്റെ പരാതിയിൽ പോലീസ് വഞ്ചനാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നിർമ്മാതാക്കൾ നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു. 22 കോടി രൂപ സിനിമയ്ക്കായി ചിലവാക്കിയെന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളമാണ്. 18.65 കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചിലവ്. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ 1 രൂപ പോലും മുടക്കിയിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിംസ് തിരികെ നൽകിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ച് ഇഡി നേരത്തെ തന്നെ പല നിർമ്മാണ കമ്പനികളിലും മറ്റും റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ഞുമ്മൽ ബോയ്സുമായി ബന്ധപ്പെട്ട വിവാദം ഉയരുന്നത്. എന്തായാലും പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലാണ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട് കനത്ത മഴയിൽ മതിൽ തകർന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വടകര കുട്ടോത്താണ് സംഭവം. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി റിഷാലാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. റിഷാൽ നടന്നുപോയി നിമിഷങ്ങൾക്കകം മതിൽ തകർന്നു വീഴുകയായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന അടിമാലി ഇരുമ്പ് പാലത്ത് മണ്ണിടിഞ്ഞു വീണ് 2 പേർക്ക് പരിക്ക്. നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശി ജോസ്, തമിഴ്നാട് തെങ്കാശി സ്വദേശി കാളിസ്വാമി എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഓടയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന ജോലികൾ ചെയ്യുന്നതിനിടെ സമീപത്തെ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു. വീണ്ടും ഇടവേള. വകുപ്പുകൾ ചോദിച്ച പശ്ചാത്തലം ഇപ്പോൾ കൃഷി മന്ത്രാലയമൊക്കെ JDS ചോദിച്ചിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്ന ആവശ്യം TDPയും JDUവും മറ്റും ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്ഭുതകരമായ കാര്യം പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും മാറ്റമുണ്ടാകുന്നില്ല. BJP തന്നെ അപ്രമാദിത്വം പുലർത്തുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് ഈ ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിനായത്? രാകേഷ്, രഞ്ജിത്ത് 4 വീതം മന്ത്രിസ്ഥാനമാണ് TDPയും JDUവും ചോദിച്ചിരുന്നത്. പക്ഷേ അവർക്കിപ്പോൾ 2 മന്ത്രിസ്ഥാനമാണുള്ളത്. ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒപ്പം ഒരു സഹമന്ത്രി സ്ഥാനവും. അതിൽ തന്നെ TDPയുടെ ക്യാബിനറ്റ് പദവി നോക്കുകയാണെങ്കിൽ വ്യോമയാന മന്ത്രാലയമാണ് TDPക്ക് ലഭിച്ചത്. ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യ പോലും സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു, ടാറ്റയുടെ കൈവശമാണുള്ളത്. അപ്പോൾ പോലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് 1ാം മോദി സർക്കാരിൽ TDP അംഗമായിരുന്നു. അന്നും ഇതേ വകുപ്പാണ് TDPക്ക് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ NDAയുടെ തന്നെ 2ാമത്തെ കക്ഷിയായി നിൽക്കുമ്പോഴും അതേ വകുപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. രാംമോഹൻ നായിഡു ഇത്തവണ മന്ത്രിയാകുന്നു. കഴിഞ്ഞ 2014 അത് അശോക് ഗജപതി രാജുവായിരുന്നു. വ്യത്യാസം മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ സംസ്ഥാനങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ മറ്റ് ചില ആവശ്യങ്ങളിൽ സർക്കാർ അല്ലെങ്കിൽ BJP വഴങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് പ്രത്യേക സാമ്പത്തിക സഹായം, പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും ധാരണ ഈ 2 പാർട്ടികളുമായി ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. അത് തന്നെയായിരിക്കാം ഇപ്പോൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. JDUവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും JDU ആവശ്യപ്പെട്ട വകുപ്പുകൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം മലാവി വൈസ് പ്രസിഡന്റ് സൗലോസ് ചിലിമ ഉൾപ്പെടെ 10 പേർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇന്നലെയാണ് സൗലോസ് ചിലിമ സഞ്ചരിച്ച വിമാനം കാണാതായത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ചിക്കൻഗാവ വനത്തിനുള്ളിൽ തകർന്ന വിമാനം കണ്ടെത്തുകയായിരുന്നു. വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ല. കൊലപാതക കേസിൽ കന്നഡ സൂപ്പർ താരം ദർശൻ തുഗ്ദീപ അറസ്റ്റിലായി. ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ബംഗളൂരു പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ട് കാണാം. സിനിമാ ലോകത്തെ ഏറെ ആരാധകരുള്ള കന്നഡ നടനാണ് ദർശൻ തുഗ്ദീപ. താരത്തിന്റെ അറസ്റ്റിന്റെ ഞെട്ടലിനു പിന്നാലെയാണ് ദർശന്റെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ദർശനെ രാവിലെ മൈസൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമി കൊലപാതകത്തിലാണ് അറസ്റ്റ്. ജൂൺ 9-നാണ് ബംഗളൂരുവിലെ സോമനഹള്ളിയിൽ ഒരു പാലത്തിന് താഴെ അഴുക്കുചാലിൽ നിന്നും കർണാടകത്തിലെ ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ആദ്യം പോലീസ് ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് കരുതിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞത്. അന്വേഷണത്തിനിടെ സാമ്പത്തിക തർക്കത്തിനിടെ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയെന്ന് ഏറ്റുപറഞ്ഞ് 3 പേർ കീഴടങ്ങിയിരുന്നു.
തുടർന്ന് 9 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിൽ ദർശന്റെ പങ്ക് പുറത്തുവരുന്നത്. ദർശനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന നടി പവിത്ര ഗൌഡയെ സമൂഹ മാധ്യമങ്ങളിലൂടെ രേണുകാസ്വാമി നിരന്തരം അശ്ലീല സന്ദേശം അയച്ച് ശല്യപ്പെടുത്തിയിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. രേണുകാസ്വാമിയെ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം നടത്തിവന്ന ചിത്രദുർഗ പോലീസ് ബംഗളൂരു പോലീസിന്റെ സഹായത്തോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചിത്രദുർഗയിലെ അപ്പോളോ ഫാർമസി ശാഖയിൽ ജോലി ചെയ്യുകയായിരുന്നു രേണുകാസ്വാമി പവിത്രക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു. ചിത്രദുർഗയിൽ നിന്ന് നഗരത്തിലെത്തിച്ച രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഓടയിൽ തള്ളുകയായിരുന്നു. ഇതാദ്യമായല്ല ദർശൻ ഒരു കേസിൽ പ്രതിയാകുന്നത്. ഗാർഹിക പീഡനം, അവിഹിതം, വിവാദ പരാമർശങ്ങൾ തുടങ്ങിയവയിലും താരം പ്രതിക്കൂട്ടിലായിരുന്നു. 2011 ഭാര്യ വിജയലക്ഷ്മിയുടെ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ദർശനെ അറസ്റ്റ് ചെയ്തിരുന്നു. ദർശൻ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും ചെവിക്ക് 4 തുന്നലുകൾ വേണ്ടി വന്നെന്നും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചുവെന്നും വിജയലക്ഷ്മി ആരോപിച്ചിരുന്നു. 3 വയസ്സുകാരനായ സ്വന്തം മകനെയും ദർശൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് ആ കേസിൽ ദർശൻ റിമാൻഡിൽ കഴിയുകയുമുണ്ടായി. 2021 മൈസൂരിലെ ഹോട്ടലിൽ വെയിറ്ററെ മർദ്ദിച്ചെന്നാരോപിച്ചും ദർശനെതിരെ കേസെടുത്തിരുന്നു. 2023 ദേശാടന പക്ഷിയെ കൈവശം വെച്ചതിനും ദർശനെതിരെ കേസുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കറ്റേര എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം ബംഗളൂരുവിലെ ഒരു ബാറിൽ വെച്ച് നടത്തിയതും വിവാദമായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിമർശനവുമായി സുപ്രീംകോടതി. ക്രമക്കേട് പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്നും മറുപടി വേണമെന്നും കോടതി. സംഭവത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന് ആരോപിച്ചുള്ള ഹർജിയിലാണ് നോട്ടീസ്. പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചയില്ലെന്നാണ് NTA നിലപാട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂല മാറ്റവുമായി UGC. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർഷത്തിൽ 2 തവണ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ UGCയുടെ അനുമതി. അടുത്ത വർഷം മുതലാണ് പുതിയ നിർദ്ദേശം നടപ്പിലാകുക. ഇനി മുതൽ ജനുവരി, ഫെബ്രുവരി, ജൂലൈ, ഓഗസ്റ്റിലും പ്രവേശന നടപടികൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് നീക്കം. മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. SSLC പാസ്സായ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പ്രതിസന്ധിയില്ലെന്നും 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സഭയെ അറിയിച്ചു. എന്നാൽ മന്ത്രിയുടെ കണക്കുകൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വാർഡ് വിഭജന ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ വേഗത്തിൽ പാസാക്കിയതിൽ ക്രമപ്രശ്നം ഉന്നയിച്ച് പ്രതിപക്ഷം. അടിയന്തര സാഹചര്യമായതിനാലാണ് ഇത്തരത്തിൽ നടപടിയെടുത്തതെന്ന് സർക്കാർ വിശദീകരിച്ചെങ്കിലും സർക്കാർ നീക്കം ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുകയായിരുന്നു അഭികാമ്യമെങ്കിലും അടിയന്തര സാഹചര്യമുണ്ട് എന്ന മന്ത്രിയുടെ വാദം അംഗീകരിക്കണമെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. പാലാ നഗരസഭ CPM അംഗം ബിനു പുളിക്കണ്ടത്തെ CPMൽ നിന്ന് പുറത്താക്കി. ജോസ് കെ മാണിയെ നിരന്തരം വിമർശിച്ചുകൊണ്ട് ബിനു രംഗത്ത് വന്നിരുന്നു. ജോസിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് കറുത്ത ഷർട്ടിട്ടാണ് ബിനു വന്നിരുന്നത്. CPM ജോസിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെതിരെയും ബിനു രംഗത്ത് വന്നിരുന്നു. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റെടുത്തതിന് പിന്നാലെ എയിംസ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് MP-മാർ. എയിംസ് കോഴിക്കോട് തന്നെ വേണമെന്ന ആവശ്യവുമായി MK രാഘവൻ MP രംഗത്ത് വന്നു. മറ്റൊരിടത്തേക്ക് മാറ്റാൻ BJP നീക്കം നടത്തുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയായിരുന്നു MPയുടെ പ്രതികരണം. അദ്ദേഹം എന്തർത്ഥത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. കാരണം ഈ ലാൻഡ് വലിയ വിഷയമാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. നമുക്ക് എയിംസ് സ്ഥാപിക്കണമെങ്കിൽ 250 ഏക്കർ മിനിമം വേണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ എക്വയർ ചെയ്താൽ മാത്രമേ ലാൻഡ് നമുക്ക് കിട്ടൂ. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് പൊതുവായിട്ടുള്ള തീരുമാനം എയിംസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് 150 ഏക്കർ എക്വിഷൻ കഴിഞ്ഞു, ഹാൻഡ് ഓവർ ചെയ്തു. 100 ഏക്കർ ചെയ്തുകൊണ്ട് കാണാം. അപ്പോൾ ഭൂമി ആര് കൊടുക്കും? പ്രഖ്യാപിച്ച പോരല്ലോ. സുരേഷ് ഗോപി എങ്ങോട്ട് കൊണ്ടുപോകുന്ന വേറെ വിഷയം. ഭൂമി 250 ഏക്കർ ഭൂമി മിനിമം ആരെ ഏറ്റെടുത്ത് കൊടുക്കും? സുരേഷ് ഗോപി കഴിയോ? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യോ? ഇല്ല. കേന്ദ്രത്തെ നിലപാട് തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ അതിനാവശ്യമായിട്ടുള്ള ഭൂമി ഉൾപ്പെടെ ഏറ്റെടുത്ത് കൊടുക്കണം. അവിടെ പ്രഖ്യാപിക്കുന്ന ഞാൻ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപി എന്തർത്ഥത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. പക്ഷേ ഭൂമി എവിടെ നിന്ന്, അതിനും കൂടി സുരേഷ് ഗോപി ഉത്തരം പറയണം. എവിടെ നിന്നാണ് ഭൂമി? എവിടെയാണ് ഭൂമി? ആദ്യം ഭൂമി കാണണ്ടേ?
മേലെയും സ്ഥാപിക്കാൻ കഴിയില്ലല്ലോ. താഴ്ത്തണ ചെയ്യണ്ടേ, ഭൂമിയുണ്ടേ. ആ ഭൂമി എവിടെയാണ്? അതുകൂടി സുരേഷ് ഗോപി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുർബാന ഏകീകരണത്തിനെ ചൊല്ലിയുള്ള തർക്കം സിറോ മലബാർ സഭയിലെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഏകീകരിച്ച കുർബാന ചൊല്ലാത്തവർ സഭയ്ക്ക് പുറത്താണെന്ന സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം തള്ളിയതോടെ കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് ഔദ്യോഗിക പക്ഷം നീങ്ങുമെന്ന് ഉറപ്പായി. എന്നാൽ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് വൈദികരും വിശ്വാസികളും അടങ്ങുന്ന ഒരു വിഭാഗം വ്യക്തമാക്കിയതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥിതിഗതികൾ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ UDSF മുന്നണിയുടേത് കൂട്ടായ്മയുടെ വിജയമെന്ന് KSU. ഏകാധിപത്യ ശൈലി പിന്തുടരുന്ന SFIയുടെ പിന്നിൽ ഒരു ക്രിമിനൽ കോക്കസ് ഉണ്ട്. അവരോടും പോരാടിയാണ് വിജയിച്ചതെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICU പീഡനക്കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം. ഡോക്ടർ രമേശ്, സ്റ്റാഫ് നഴ്സ് രഹന, സ്റ്റാഫ് നഴ്സ് മഞ്ജു എന്നിവർക്കാണ് ജാമ്യം നൽകിയത്. കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. നേരത്തെ 2ാം പ്രതിയായ സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ M ഷഹന കോടതിയിൽ ഹാജരാകാത്തതിനെ കോടതി വിമർശിച്ചിരുന്നു. കേസ് അടുത്ത മാസം 20 മാറ്റി. ഇടുക്കി മൂന്നാറിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിന്റെ ലൈസൻസ് റദ്ദാക്കി. കഴിഞ്ഞ ആഴ്ചയാണ് പൂപ്പാറ റോഡിൽ കാർ അപകടകരമായി ഓടിക്കുകയും വാഹനത്തിലുണ്ടായിരുന്നവർ ഡോറിന്റെ ഗ്ലാസ് തുറന്ന് അഭ്യാസ പ്രകടനം നടത്തുകയും ചെയ്തത്. സംഭവത്തിൽ ഇടുക്കി ബൈസൺ വാലി സ്വദേശി ഋതുകൃഷ്ണന്റെ ലൈസൻസ് 1 വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. ഋതുകൃഷ്ണനെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിൽ 3 ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാനും ശിക്ഷിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസും പൂർത്തീകരിക്കണം. കോഴിക്കോട് പുതുപ്പാടിയിൽ 2 വാഹനങ്ങൾ ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. ദേശീയപാതയിൽ മലപ്പുറം അങ്ങാടിക്ക് സമീപമായിരുന്നു അപകടം. താമരശ്ശേരി ഭാഗത്ത് നിന്ന് വയനാട്ടിലേക്ക് പോകുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിലും ഓട്ടോയിലും ഇടിക്കുകയായിരുന്നു. യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത മന്ത്രിക്ക് ധാർഷ്ട്യമെന്ന് ആവർത്തിച്ച CATU. ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ അപ്രായോഗികമെന്ന കാര്യം ഉന്നയിച്ച് CATU സെക്രട്ടേറിയറ്റ് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം 2ാം ദിവസവും തുടരുന്നു. സമരക്കാരുമായി മന്ത്രി ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ CATU നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ് ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. ഗതാഗത മന്ത്രി ഏതെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ചോ? ഇതുവരെ നിലവിൽ ഒരു ചർച്ചയും വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അനിശ്ചിതകാല സമരം ഇങ്ങനെ തന്നെ തുടരാനുള്ള തീരുമാനത്തിലാണോ? അതെ, 22-ാം തീയതി വരെ ഡേറ്റ് പരിപാടി ഇട്ട് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് സമരത്തിന്റെ രൂപം മാറ്റണമെങ്കിൽ രൂപം മാറ്റും. നമ്മൾ CATU സെന്ററുമായി ആലോചിച്ചു. ഇപ്പം നിലവിൽ എന്തായാലും ഈ സമരം തുടരാനാണ് തീരുമാനം. ഈ സ്ലോട്ടുകളുടെ എണ്ണം പ്രതിദിനം 60 വാഹനങ്ങളുടെ കാലപ്പഴക്കം 22 വർഷം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. നേരത്തെയൊക്കെ ചർച്ച നടന്നതാണ്. എന്തെങ്കിലും ഒരു സമവായത്തിനുള്ള സാധ്യതയുണ്ടോ? മന്ത്രിയുടെ നിലപാടെന്താണ്? മന്ത്രിയുടെ നിലപാട് ധിക്കാരമാണ്. കാരണം മോട്ടോർ വാഹന നിയമത്തിൽ, ഇന്ത്യൻ മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഡ്രൈവിംഗ് സ്കൂളിന് ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവണമെന്നാണ്. ആ ഇൻസ്ട്രക്ടർ ഡ്രൈവിംഗ് സ്കൂളിലാണ് നിൽക്കേണ്ടത്. പക്ഷേ നമ്മുടെ മന്ത്രി പറയുന്നത് ഈ ഇൻസ്ട്രക്ടർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വരണമെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു പഠിപ്പിക്കുന്ന ആൾ ഇൻസ്ട്രക്ടർ ആ പരീക്ഷാ ഹാളിൽ പോകണമെന്ന് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ മോട്ടോർ വാഹന നിയമത്തിൻ്റെ ഏതെങ്കിലും ഒരു വകുപ്പിൽ ഇൻസ്ട്രക്ടർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് മന്ത്രി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 പിണറായി സർക്കാർ അധികാരമേറ്റു. അതിനുശേഷം 3 ഗതാഗത മന്ത്രിമാരുണ്ടായിരുന്നു. ഇന്നത്തെ വനം മന്ത്രി ശശീന്ദ്ര സഖാവ്, മരണപ്പെട്ട തോമസ് ചാണ്ടി സാറ്, ആന്റണി രാജു സാറ്, ഈ മന്ത്രിമാരെല്ലാം മോശമാണ്. ഞാൻ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് വന്നതിന് ശേഷം കൊടുക്കുന്ന ലൈസൻസാണ് അന്തസ്സുള്ള ലൈസൻസ്. അപ്പം ഈ അന്തസ്സ് കെട്ടവരാ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ. ഇന്നും ആന്റണി രാജു MLA ആയിട്ട് നിയമസഭയില്ലേ? അദ്ദേഹം കൊടുത്ത ലൈസൻസ് അന്തസ്സില്ലാത്ത ലൈസൻസാണോ? ഇങ്ങനെ അന്തസ്സില്ലാത്ത പ്രവർത്തനമാണ് മന്ത്രി നടത്തുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. മന്ത്രി ഇത്തരം വാദഗതികളാണ് നടത്തേണ്ടത്. മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ പറയും CATU സംഘടന സമരത്തിനെല്ലാം അംഗീകരിച്ച് ഒപ്പിട്ടതെന്ന്.
ശുദ്ധ കളവാണ് പറഞ്ഞത്. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി വെല്ലുവിളിച്ചല്ലോ. മന്ത്രിയുടെ മുറിയിൽ CCTV എല്ലാം ഉണ്ട്, അത് പരിശോധിച്ച് പറയാൻ പറഞ്ഞല്ലോ. എന്ത് ചെയ്തു? അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും പറയാണ്, CI2ന്റെ നിലപാടുണ്ട്. CI2ന്റെ നിലപാടനുസരിച്ച് CI2നെ ആശ്രയിച്ച് കഴിയുന്ന തൊഴിലാളികൾക്ക് അവസാന ഇതുവരെയും നമ്മൾ സംരക്ഷണം കൊടുക്കും. മന്ത്രിക്ക് ധിക്കാരമാണ്, മന്ത്രി പറയുന്നത് കളവാണ് തുടങ്ങിയ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങളാണ് CI2 നേതൃത്വം ഉന്നയിക്കുന്നത്. അനിശ്ചിതകാല സമരം തുടരാനും അവർ ഉറച്ചു നിൽക്കുന്നു. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം കോഴിക്കോട് ആരയിടത്ത് പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം മഡോണ സെബാസ്റ്റ്യൻ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം പ്രമാണിച്ച് ജൂൺ 30 വരെ 25 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമുണ്ട്. ഒപ്പം 1 പവൻ വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി ഈടാക്കില്ല. കൂടുതൽ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടാകും. കോഴിക്കോട് MP MK രാഘവൻ, ബോബി ഗ്രൂപ്പ് CEO K ഗോപാലകൃഷ്ണൻ, സിനിമാ താരവും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ PROയുമായ VK ശ്രീരാമൻ തുടങ്ങി നിരവധി പേർ ആശംസകൾ അറിയിച്ചു. ബോബി ഗ്രൂപ്പ് മാർക്കറ്റിംഗ് GM അനിൽ CP സ്വാഗതവും PRO ജോജി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അലേഖ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6575 രൂപ, പവന് 52,600. 18 ക്യാരറ്റ് ഗ്രാമിന് 5480, പവന് 43,840 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോയ്ക്ക് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ലൈവ് at 6. നമസ്കാരം.